ആ വൃദ്ധൻ നദിക്കരികിൽ നിന്ന് ഒരു മൺകലമെടുത്ത് കുഴിച്ചെടുത്തു. എന്നിട്ട് അത് വെള്ളത്തിൽ കഴുകി. അത് വൃത്തിയാക്കിയപ്പോൾ അതിൽ 2 ചെറിയ സ്വർണ്ണത്തരികൾ കണ്ടു. ഇവിടെ എവിടെയോ ഒരു സ്വർണ്ണഖനി ഉണ്ടെന്ന് വൃദ്ധൻ ഉറപ്പായി. അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ താൻ സമ്പന്നനാകുമെന്ന് അയാൾ വിശ്വസിച്ചു. തുടർന്ന് വൃദ്ധൻ മറ്റൊരു സ്ഥലത്തുനിന്ന് ഒരു മൺകലം കൂടി കുഴിച്ചെടുത്തു. പക്ഷേ ഇത്തവണ അവിടെ സ്വർണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല. താൻ തെറ്റായ ദിശയിലാണ് പോകുന്നതെന്ന് വൃദ്ധന് തോന്നി. എന്നാൽ സ്ഥലം അടയാളപ്പെടുത്തിയ ശേഷം അയാൾ വീണ്ടും ശ്രമിച്ചു. ഇത്തവണ 4 സ്വർണ്ണത്തരികെ ജപിച്ചു. അതുകൊണ്ട് അയാൾ പകൽ കുഴിക്കുകയും രാത്രി നദിക്കരികിൽ ഉറങ്ങുകയും ചെയ്തു. വൃദ്ധന് വിശക്കുമ്പോൾ അയാൾ നദിയിൽ നിന്ന് മീൻ പിടിക്കുകയും പക്ഷിക്കൂടുകളിൽ നിന്ന് കുറച്ച് മുട്ടകൾ എടുക്കുകയും ചെയ്യുമായിരുന്നു. താമസിയാതെ വൃദ്ധൻ രുചികരമായ വറുത്ത മീനും മുട്ടകളും ആസ്വദിക്കാൻ തുടങ്ങി. പ്രഭാത ഭക്ഷണത്തിന് ശേഷം അയാൾ വീണ്ടും കുഴിക്കുന്നതും അടയാളപ്പെടുത്തുന്നതും തുടർന്നു. കാലക്രമേണ അയാൾ കൂടുതൽ കുഴികൾ കുഴിച്ചു. സ്വർണ്ണമുള്ള പാത്രം വലുതായി വന്നു. നിലത്തെ അടയാളങ്ങൾ നോക്കി വൃദ്ധൻ ഖനിയുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കി. എന്നിട്ട് തന്റെ കാൽ കീഴിൽ കുഴിക്കാൻ തുടങ്ങി. കുഴി 1 മീറ്റർ ആഴമായപ്പോൾ വൃദ്ധന് ഒരു ചെറിയ സ്വർണ്ണ കഷ്ണം ലഭിച്ചു. തുടർന്ന് വൃദ്ധൻ സ്വർണം ഒരു തുണിസഞ്ചിക്കുള്ളിൽ വെച്ചു. കുറച്ചു സമയത്തിന് ശേഷം അയാൾ ഒരു വലിയ പാറ കൂടി തുറന്നു. അതിൽ ധാരാളം സ്വർണം കണ്ടെത്തി. വൃദ്ധൻ ആവേശഭരിതനായി ഖനിയുടെ ദിശയിലേക്ക് കുഴിക്കുന്നത് തുടർന്നു. ശരിക്കും ഒരു വലിയ സ്വർണ്ണഖനി അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തന്റെ ജീവിതം മുഴുവൻ സ്വർണം തേടി അലഞ്ഞ വൃദ്ധൻ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. ഒരു കുട്ടിക്ക് മധുരം കിട്ടിയതുപോലെ സന്തോഷം കൊണ്ട് അയാൾ വിറയ്ക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തു. പക്ഷേ പെട്ടെന്നൊരു നിഴൽ മിന്നിമറഞ്ഞു. വൃദ്ധന്റെ പുഞ്ചിരി മാഞ്ഞു. വൃദ്ധൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണഖനി മറ്റൊരാൾ കണ്ടെത്തിയിരുന്നു. സ്വർണത്തിന്റെ അളവ് ആരെയും ഭ്രാന്തനാക്കാൻ പര്യാപ്തമായിരുന്നു. വൃദ്ധൻ ചുറ്റികയെടുത്ത് പോരാടാൻ ശ്രമിച്ചു. പക്ഷേ അടുത്ത നിമിഷം താഴ്വരയിൽ വെടിവെച്ച് മുഴങ്ങി. വൃദ്ധന് വെടിയേറ്റു. ആക്രമണകാരി ജാഗ്രതയിലായിരുന്നു. വൃദ്ധൻ മരിച്ചോ ഇല്ലയോ എന്ന് നോക്കി. അയാൾ കുഴിയുടെ അരികിലിരുന്ന് പുകയിലയും സിഗരറ്റും എടുത്ത് കാത്തിരുന്നു. അപ്പോൾ വൃദ്ധൻ പൂർണ്ണമായും മരിച്ചെന്ന് കരുതി അയാൾ ഖനിയിലേക്ക് ചാടി. പെട്ടെന്ന് വൃദ്ധൻ പിസ്റ്റൾ തട്ടിയെടുക്കുകയും ആക്രമണകാരിയുടെ ജീവനെടുക്കുകയും ചെയ്തു. കുഴിയിൽ നിന്ന് പുറത്തേക്ക് കയറുമ്പോൾ വെടിയുണ്ട പ്രധാനപ്പെട്ട ഒരു അവയവത്തിലും കൊണ്ടില്ലാത്തതിനാൽ വൃദ്ധന് ഭാഗ്യം തോന്നി. കുറച്ചു ദിവസത്തേക്ക് നദിക്കരികിൽ വിശ്രമിച്ച ശേഷം വൃദ്ധൻ മുറിവുകളിൽ നിന്ന് സുഖം പ്രാപിച്ചു. എന്നിട്ട് അയാൾ ആക്രമണകാരിയെ കുഴിയിലിട്ടു. അതവന്റെ ശവക്കുഴിക്ക് പറ്റിയ സ്ഥലമായിരുന്നു. ഇപ്പോൾ അയാൾ സ്വർണം നിറച്ച 2 സഞ്ചികൾ കഴുതയുടെ പുറത്തു വെച്ചു. തന്റെ രാജ്യത്തെ പാട്ടുകൾ പാടി വൃദ്ധൻ ഈ സ്ഥലം എന്നേക്കും ഉപേക്ഷിച്ചു. പക്ഷേ അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ തെറ്റ്. മുന്നോട്ടുള്ള കഥ ഇതിലും രസകരമാണ്.